സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളത്ത് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളത്? സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന 5 ദിവസവും ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത്. നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളതെങ്കിൽ കൂടിയും എല്ലാ ജില്ലകളിലും ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. തീരദേശ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഈ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യതയെന്നും അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ കടലിൽ മോശം കാലാവസ്ഥയായതിനാൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ തൊഴിലാളികളോടാണ് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളത്ത് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. വിവരങ്ങളാണ് മാനസ നൽകിയത്.